ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എല്ലാവരുടെ കണ്ടൻറ്റ് കാണുമ്പോഴും അതൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ട്. പക്ഷെ അവരത്രയും നമ്മളതാവോ ഇല്ലേ, കാരണം നമ്മൾ ഒറ്റയ്ക്ക് എടുക്കുന്നതാണല്ലോ, അതിൻ്റെതായ ഒരു കുറവ് ശരിക്കും ഉണ്ടാവും. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഫതുവിൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ്. ഞാൻ എണീറ്റ് കുറച്ച് നേരം ആയിട്ടുള്ളൂ. ഫതു എണീറ്റിട്ടില്ല. കാരണം ഇന്ന് ഫതുവിന് സ്കൂളില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ വിചാരിച്ചത്. ഫതുവിൻ്റെ കാരണം സ്കൂളുണ്ടെങ്കിൽ രാവിലെ എണീക്കുന്നു, ഫ്രഷ് ആവുന്നു, സ്കൂളിൽ പോകുന്നു, വരുന്നു, അത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ഇതാവുമ്പോൾ അവളുള്ള ദിവസം എങ്ങനെയൊക്കെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മടി തന്നെ, ഫുൾ മടി തന്നെ. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എണീക്കുന്നതിനൊരു നേരത്താണ്. ഞാനും മോശമൊന്നുമല്ല. ഞാനും അത്യാവശ്യം ഒന്ന് ഡീപ്പായിട്ട് ഉറങ്ങണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഫ്രൈഡേ അങ്ങനെ പറ്റില്ല. ഇപ്പം എനിക്കത് ഫ്രൈഡേയും കൂടി ജോബ് ഉള്ളത് കൊണ്ട് നമുക്കിങ്ങനെ ഫ്രൈഡേ ജോബ് ഉണ്ടെങ്കിൽ എനിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്രീ ആണ്. ഇവരൊക്കെ എണീക്കണവരെ എനിക്ക് കിടക്കാം. പണികളൊക്കെ ഞാൻ രാത്രി തീർത്ത് വെച്ചിട്ടുണ്ടാവും. കാരണം എനിക്ക് ഇവരോ എണീറ്റിരിക്കുമ്പോൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ ഇവർ ഉറങ്ങുമ്പോഴേ എനിക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. ഇവനൊക്കെ ഉറങ്ങണം 3:30. ഏറ്റവും ചെറിയ കുട്ടികളുള്ളവർക്കൊക്കെ അവരെ പാരൻസിനൊക്കെ മനസ്സിലാവും കുട്ടികൾ എപ്പോഴാണ് ഉറങ്ങണമെന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം അപ്പോഴും ഇപ്പോഴായി പിന്നെ ഒരു 1-2 ആഴ്ചയായിട്ട് ഇപ്പം ഒരു 3:30, 2:30, 4 മണി അതൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടേക്കും ഉറങ്ങാം. അപ്പം അതിന് 2 മണിക്കൂർ കഴിയുമ്പോഴേക്കും മനുക്കാക്ക് പോകാൻ വേണ്ടി ആ ടൈമാവും. അപ്പം ഞാൻ ഇത്തിരി ഒന്ന് ഉറങ്ങിയിട്ട് പിന്നെ എണീറ്റിട്ട് ഞാൻ മനുക്കാനെ പറഞ്ഞേക്കും. മനുക്കാക്ക് ചായ വേണം, ചോറ് വേണം. ചില ദിവസങ്ങളിലൊന്നും ചോറ് കൊണ്ടുപോകാൻ പറ്റില്ല, വേണ്ടാന്ന് പറയും. ചില ദിവസങ്ങളിലൊക്കെ ചോറ് കൊണ്ടുപോകും, ചില ദിവസങ്ങളിലൊക്കെ ചായ വേണമെന്ന് പറയും, ചില ദിവസങ്ങളിൽ പറയും വേണ്ട കിടന്നോ. എന്നെ ഒന്നാമത് ഇടയിലൊക്കെ ഒരു എണീക്കുമ്പോൾ കാണുന്നുണ്ട് ഞാൻ. പക്ഷേ ഇവർക്ക് സൗണ്ട് വരാണ്ടിരിക്കാൻ ഹാളിൽ പോയിരുന്നാലും അറിയണുണ്ട് ഞാൻ ഇങ്ങനെ ഉറങ്ങണില്ല എന്നുള്ളത് അറിയണുണ്ട്. അങ്ങനെ ദിവസങ്ങളിലൊക്കെ എന്നോട് പറയും എണീക്കേണ്ട കിടന്നോളാൻ പറയും. പക്ഷെ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ലല്ലോ, അതാണ് മെയിൻ കാര്യം. അപ്പം ഞാൻ സാറ്റർഡേ ആണെന്നുണ്ടെങ്കിൽ ഞാൻ അവൻ്റെ കൂടെ ഇന്ന് കളിച്ചോളൂ. കാരണം അവന് ക്ഷീണിച്ച് ഉറങ്ങട്ടെ എന്ന് ചോദിക്കും. അല്ലാതെ അപ്പം തല്ലിയൊക്കെ ഉറക്കും ഞാൻ. കാരണം പിന്നെ ഫതുവിന് പോകാനുള്ള ടൈം ഉണ്ടാവും. ഒക്കെ വരുമ്പോൾ എനിക്ക് എൻ്റെ ഉറക്കം പ്രശ്നം വന്നു കഴിഞ്ഞാൽ എൻ്റെ മൈഗ്രെയിൻ കഷ്ടപ്പെട്ട് പോയതാണ്. ഒറ്റമൂലി ചെയ്തിട്ട് പോയതാണ്. എത്ര വർഷം, 3 വർഷം മുന്നേ, 3 പോയതാണ്. അത് പിന്നെ വന്നു കഴിഞ്ഞാൽ അതെനിക്ക് താങ്ങാൻ പറ്റാത്തൊരു പെയിനാണത്. ദേഷ്യം, ലൈറ്റിൻ്റെ പ്രശ്നം, സൗണ്ടിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളതാണ്. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും മൈഗ്രെയിൻ ഉള്ളവർക്കൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉറക്കം ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് എടുക്കുന്ന ഒരാളാണ്. അത് ഇത്രത്തോളം നേരം എത്തുന്നോളം നേരം ഞാൻ മാക്സിമം കിടക്കാൻ നോക്കുന്ന ഒരാളാണ്. ഇപ്പോഴായി പിന്നെ കേട്ടാ. അപ്പോൾ ഇപ്പം ഇന്ന് ശനിയാഴ്ചയാണ് ഇതെടുക്കണത്. ഞാൻ ശനിയാഴ്ച എടുക്കുമ്പോൾ എന്താണ് സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നല്ലോണം അനുക്ക പോയി കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് നേരം കിടന്നുറങ്ങി. കുറച്ച് നല്ലോണം കിടന്നുറങ്ങി. ആരും ഉണ്ടാവില്ലല്ലോ, പിള്ളേരെ എണീക്കണ നേരം. അവിടെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അപ്പോൾ സൗണ്ട് ഇഷ്യൂ വന്നപ്പോൾ ഞാൻ പോസ് ചെയ്താണ്. അപ്പോൾ അവിടെ എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ പിന്നെ കിടക്കില്ല. കാരണം എനിക്ക് ഓരോരോ ന്യൂസുകൾ കേൾക്കുമ്പോൾ ഒരു പേടി നല്ലോണം ഉണ്ട്. അപ്പം ഞാൻ കണ്ണടച്ചൊരിക്കും നെറ്റിണിക്കുമ്പോൾ അവൻ വല്ല സ്റ്റഡി ടേബിളിൻ്റെ മുകളിലൊക്കെ കയറും എന്നുള്ളൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഞാനിങ്ങനെ ഇതാക്കാറില്ല. സോ അപ്പോൾ ഇവിടെ പിള്ളേരുള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോസ് ചെയ്യുന്നതാണ് കേട്ടോ. ഞാൻ കുറേ വലിച്ചു വാരി പറയണ പോലെ തോന്നുന്നുണ്ടല്ലേ. എനിവേ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് എൻ്റെ അല്ല, ഫതുവിൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഒരു ഷോർട്ടായിട്ട് ചെയ്യാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിട്ട വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി. എന്നെ കാണുന്നവരൊക്കെ പറയുന്നുണ്ട് ഇത്ര ഇട്ടാൽ മതി, അതാകുമ്പോൾ ഒരു അത്യാവശ്യം കാണാനും പറ്റുന്നുണ്ട്, വേഗം തീരുന്നുണ്ട്. അപ്പോൾ ശരിയാണ്, ഞാൻ സംസാരിക്കാൻ കഴിഞ്ഞാൽ അപ്പോൾ അവിടെ അല്ലല്ലോ എന്തുള്ള ഫതുവാടെ ഡേ ഇൻ മൈ ലൈഫിൽ ഫതു എന്ന് എന്തൊക്കെ ചെയ്യുന്നത്. ഫതു കുറച്ച് വർക്കുകളുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പഠിക്കാൻ എന്തൊക്കെയോ ഉണ്ട്, നോട്ട്സ് എഴുതാനുണ്ട്, ബുക്കിൽ തൊട്ടിട്ടുണ്ടായിരുന്നില്ല, അതൊരെണ്ണം. അതിപ്പോൾ ഞാൻ ഹെൽപ്പ് ചെയ്യണം, അത് ഞാനായിരിക്കും കൂടുതൽ ചെയ്യുക. പിന്നെയുള്ള സ്റ്റഡി ടേബിൾ അവൾ ക്ലീൻ ചെയ്ത ദിവസമാണ്. അങ്ങനത്തെ കാര്യങ്ങൾ ബാഗുകളൊക്കെ അലക്കിയിട്ടുണ്ടായിരുന്നു. നല്ല രാത്രി തന്നെ ഞാൻ അലക്കിയിട്ടുണ്ടായി. അതൊക്കെ എടുക്കണം, അതിലേക്ക് ടൈം ടേബിൾ സെറ്റ് ചെയ്ത് വെക്കണം. അങ്ങനെ അവളുടെ ഒരു ദിവസം ഇങ്ങനെ അത്രേ ഉള്ളൂ. ഓക്കെ, ഗുഡ് മോർണിംഗ്. എന്താണ്, സുഖല്ലേ? അങ്ങനെ ഫതു എണീറ്റ് മുടിയൊക്കെ ഒന്ന് കെട്ടി പല്ലൊക്കെ തേക്കാൻ പോയാൽ നേരത്ത് ഞാൻ പാല് കാച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാലും കോൺഫ്ലെക്സാണ് അവിടെ കഴിച്ചത്. അങ്ങനെ കുറേ ഫുഡൊന്നും അങ്ങനെ കഴിക്കില്ല, കുറച്ച് കഴിക്കുള്ളൂ ഇപ്പോഴായി. പിന്നെ അതേക്കൂടെ പാലും കോൺഫ്ലെക്സ് ഇട്ട് കഴിച്ച്. എനിക്ക് പിന്നെ കൈ നല്ലോണം പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ ഈ പാത്രം കഴുകിത്തരാൻ പോയിട്ടുണ്ടായിരുന്നു. ആ നേരോട് ഞാനും ചായ ഉണ്ടാക്കി അതിൻ്റെ കൂടെ തന്നെ. അപ്പോൾ ആ കൈ പൊട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പൊട്ടാണെങ്കിലും നല്ല ആഴമുണ്ടായിരുന്നു. അപ്പോൾ പാത്രം കഴിയുമ്പോൾ ശരിക്കും തട്ടും, ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ തട്ടും. അപ്പോൾ അവൾ ഡ്രസ്സുകൾ മടക്കി തരും, അതിനൊക്കെ അറിയാം. മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ് നല്ല രീതിയിൽ എനിക്ക് ഹെൽപ്പാണ് ഓരോ കാര്യങ്ങളിലും. ഇഷ്ടത്തോടെ ചെയ്തു തരാറുണ്ട് അവരൊന്നും. ഇങ്ങനെ പിന്നെ പൊക്കി പൊക്കി കൊടുക്കുമ്പോൾ ആൾ എന്നെ കളിയാക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് മാഷാ അല്ലാഹ് ചെയ്തു തരും. അതൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ, അത് ഇത്രയും പ്രായമായിട്ടുള്ള ഒരു കുട്ടി ഉണ്ടെങ്കിൽ നമുക്ക് പൊതുവെ എല്ലാവർക്കും കിട്ടുന്ന കാര്യങ്ങളൊന്നും പറയും. പക്ഷേ ഞാൻ എൻ്റെ ഉമ്മച്ചിക്ക് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ. കുറച്ച് പാത്രം ഉണ്ടായിരുന്നുള്ളൂ ചോറുണ്ടാക്കിയ, അങ്ങനെ കുറച്ച് പാത്രങ്ങളുള്ളത് കഴിക്കുന്നത്. വലിയ വലിയ പാത്രങ്ങളൊക്കെ ഇല്ലേ, അതെനിക്ക് പറ്റണ്ടായിരുന്നില്ല. ആ സ്റ്റീൽ കൊള്ളുമ്പോഴൊക്കെ എനിക്ക് വേദനിക്കും. അപ്പം ചായ ഉണ്ടാക്കിയതും അങ്ങനെ കുറച്ച് വലിയ ഹെവി പാത്രങ്ങളൊക്കെ കഴിക്കുന്നത്. ആ നേരം കൊണ്ട് ഞാൻ മീൻ പൊരിച്ചു, പിള്ളേർക്കൊക്കെ ഭക്ഷണം കൊടുത്തു. അപ്പം അതേ ഫതു ബീട്രൂട്ട് ഒലത്തിയതും ചോറും മീൻ പൊരിച്ചതും കൂട്ടി കഴിച്ച് കുറച്ച് ഉച്ചയായപ്പോട്ടാ. കാരണം കുറച്ച് ലേറ്റായിട്ടാണല്ലോ എണീറ്റത്. അപ്പോൾ കോൺഫറൻസും പാലും കഴിഞ്ഞ് ഇച്ചിരി പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം കഴിഞ്ഞ്, എല്ലാവരും പറയും ഭക്ഷണം കഴിഞ്ഞിട്ട് കുളിപ്പിക്കരുത് എന്നൊക്കെ പറയും. പക്ഷേ ഈ ഓഫ് ഡേയിലൊക്കെ, ഈ ഹോളിഡേയിലാണ് നമുക്ക് കുട്ടികളൊക്കെ തലയൊക്കെ നോക്കാനും ക്ലീൻ ചെയ്യാനും അതുപോലെ എണ്ണയൊക്കെ പറ്റി കൊടുത്ത് ഇതാക്കാനൊക്കെ കഴിയുള്ളൂ. അപ്പം ഞാൻ എന്താക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫതുവിന് എണ്ണ പറ്റി കൊടുക്കുന്ന ദിവസം എന്ന് പറഞ്ഞാൽ അവൾക്ക് ഓഫുള്ള ദിവസമാണ്. അപ്പോൾ ശനിയാഴ്ച ആകുമ്പോൾ കുറച്ച് മസാജൊക്കെ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഉമ്മിച്ചൊരു ഓയിൽ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അത് പുരട്ടി നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ഇപ്പോഴത്തെ ഒരു ഫംഗലിനോ സംഭവമില്ലേ, അത് മുളക്കുന്നുണ്ട്. തലയിൽ വട്ടിച്ച് വട്ടിച്ച് വരാറുണ്ടല്ലോ. അപ്പം അത് ഞാൻ നാട്ടിൽ പോണത് വരെയും എനിക്കിത് പോവാണ്ട് നോക്കണം. അപ്പം മുടി കൊഴിയാണ്ടൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ ഈ ഓയിൽ നല്ലതാണ് നോക്കുമെന്ന് പറഞ്ഞിട്ട് അത് പറ്റി നോക്കണം. അപ്പം മസാജ് കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കണം. അപ്പം അത് നന്നായിട്ട് ചെയ്ത് കൊടുത്ത്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ പിള്ളേരും എന്താ പറയുക, ഹോളിഡേ കിട്ടുമ്പോൾ ഇതുപോലെയൊക്കെയാണോ അതോ എന്തെങ്കിലും വെറൈറ്റികളൊക്കെ ചെയ്ത് കൊടുക്കുമോ എന്നൊക്കെ പറയണം കേട്ടോ. നമ്മളിപ്പോൾ ഇതെല്ലാം ചെയ്ത് വരുമ്പോഴേക്കും ആക്ച്വലി നൈറ്റാകും. പിന്നെയെന്ന് പറയാനായിട്ട് ടൈം എടുത്ത് അവർക്ക് വേണ്ടി ടൈം കാണുന്ന സമയമാണ് അവർക്ക് ഹോളിഡേ ടൈം. അപ്പോൾ വെള്ളിയാഴ്ച എന്നുണ്ടെങ്കിൽ നമ്മൾ ഇക്കമാർക്ക് ഒഴിവാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട്. ശനിയാഴ്ച ഒരു ദിവസം എക്സ്ട്രാ കിട്ടുന്നത് പിള്ളേർക്ക് ഓഫുള്ള ദിവസമാണ്. നമ്മളെ നാട്ടിൽ ശനി ഞായറും പോലെ ഇവിടെ വെള്ളിയും ശനിയും. അപ്പോൾ അതൊക്കെ ഞാൻ പറ്റി കൊടുക്കുമ്പോൾ ഒരാൾക്ക് കുശുമ്പായി. അപ്പോൾ ആൾക്കും ഇതുപോലെ ചെയ്ത് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഇരുന്നത് എന്താണ്, അല്ലെങ്കിൽ ഇരിക്കാത്ത ആളാണ് കേട്ടോ. ഇട്ട് നോക്കിയാണ് ആൾ ഓടി വന്ന് ഇരുന്നാണ് കാണുന്നത്. എന്തൊക്കെ അവൾക്ക് ചെയ്യണോ അതൊക്കെ അവനിക്കും ചെയ്യണം. മാഷാ അല്ലാഹ് അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് അവൻ്റെ കുഞ്ഞു കുഞ്ഞു വികൃതികളാണ്. ആ നേരം ഫത് കുളിക്കാൻ പോയിട്ടാ, ഞാനും കുളിക്കാൻ പോയി. അത് കഴിഞ്ഞ് ഫത് കുളിച്ചതിന് ശേഷം ഞാനും കുളിക്കാൻ പോയി. ഫത് കുളിച്ച് വന്ന് നിൽക്കുമ്പോഴാണ് നമുക്കല്ല അവൾക്ക് സ്കൂളിലേക്ക് വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ സ്കൂളിലെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ പഠിക്കാനുള്ളതൊക്കെ ഇവർക്ക് ക്ലാസ് റൂം എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഇതൊക്കെ ഇവിടത്തേക്ക് ഞാനിപ്പോൾ അറിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ അപ്ഡേഷൻ ചെയ്യും. നോട്ട്സ് ഇതിൽ കംപ്ലീറ്റ് ആക്കാണ്ടെങ്കിൽ അതോ അല്ലെങ്കിൽ എല്ലാം ഇതിലുണ്ടാവും. അതെല്ലാം നമ്മൾ എഴുതി വയ്ക്കും. വർക്കൊക്കെ ചെയ്യാനൊക്കെ ചെയ്ത് വെച്ച് സ്റ്റഡി ടേബിൾ വൃത്തിയാക്കാൻ നിന്ന് അവളുടെ ഇഷ്ടത്തിന് വൃത്തിയാക്കാൻ ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്തേക്കാണ്. കാരണം അവൾ അറിയണം. എന്നാലും അവൾക്ക് നമ്മൾ എന്തെങ്കിലും തട്ടി മുട്ടിയിടുമ്പോൾ അവൾക്കത് വൃത്തിക്കിടാൻ തോന്നുന്നു. അങ്ങനെ വൈകിട്ടായപ്പോഴേക്കും നമ്മൾ ചായ ഉണ്ടാക്കി. സിനു വന്നപ്പോൾ ഒരു മലേഷ്യനല്ല, ശ്രീലങ്കൻ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഈ സ്നാക്സ്. അത് നല്ല ടേസ്റ്റാണ്. അത് ഞാൻ ഉണ്ടാക്കി നോക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അടിയില്ലേ അരിപ്പൊടി കൊണ്ടുള്ള കൈപ്പത്തിരി, അതിങ്ങനെ സ്പൈസി ആയിട്ടുള്ളത് അതാണത്. അങ്ങനെ ഇവൾ ഫതുവൊക്കെ അറിയൊന്നും കഴിക്കില്ല. അത് പിള്ളേർ കുറച്ച് കഴിക്കുള്ളൂ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് റീൽ എടുക്കാനുണ്ടായിരുന്നു. ഇപ്പം ഇതാണല്ലോ ട്രെൻഡ്, അതെടുത്തു. അത് കഴിഞ്ഞ് നൈറ്റായപ്പോഴേക്കും ഇത് വാട്ടിന്മയുടെ പോലെയല്ലേ, അതുപോലെ ഇപ്പം എന്തായാലും ഭക്ഷണം കഴിക്കാൻ വേറെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ കഴിയുമ്പോഴേക്കും നമ്മൾ ടൈമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പിടിച്ച് കിടത്തും. പിറ്റേ ദിവസം സ്കൂളുണ്ടെങ്കിൽ പിടിച്ച് കിടത്തും. അപ്പോൾ ഞാൻ മുടിയിരി ചടയൊക്കെ കളഞ്ഞ് മുടിയിരി കെട്ടി കൊടുത്തിട്ട് മസാജും ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഫതു ഉറങ്ങി കേട്ടോ. അപ്പോൾ എന്താ പറയുക, എൻ്റെ കുറേ വീഡിയോസ് ഇപ്പോൾ ഇട്ടേക്കണ ഒരുപാട് ഇപ്പോൾ കഴിഞ്ഞ ഇട്ട എല്ലാ വീഡിയോസും എല്ലാവർക്കും ഇഷ്ടമായി. നല്ല അഭിപ്രായങ്ങളുണ്ട്. അതുപോലെ ഇത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് കമൻറ്റൊക്കെ ചെയ്യുക. ഇതിങ്ങനെ ഇരിക്കാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് അറിയില്ല, പക്ഷേ
ഡേ ഇൻ മൈ ലൈഫ് ഫതുവായിട്ട് ചെയ്തപ്പോൾ ഇത്ര കാര്യങ്ങളേ ഉള്ളൂ. ഇതാണ് ചെയ്തേക്കുന്നത്. ഹെൽപ്ഫുള്ളായി പറയണം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും ചെയ്യുക. പിന്നെ ഇന്ന് എൻ്റെ ഡേ മൈ ലൈഫായിരുന്നു. ഇപ്പം ഞാൻ കിടന്നുറങ്ങാൻ പോണ്, അല്ലെങ്കിൽ നാളെ രാവിലെ എണീറ്റിട്ട് സ്കൂളിൽ പോകാൻ വൈകും. അപ്പം ഉറങ്ങാൻ പോണ്. ബൈ.